വോട്ടർമാർ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ 41 വർഷം മുമ്പ് രാജ്യത്ത് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ച കാര്യം ഓർക്കാതിരിക്കാനാവില്ല. എറണാകുളം ജില്ലയിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ 80 ബൂത്തുകളിലായാണ് ആ പരീക്ഷണം നടത്തിയത്. ഏറെ ആശങ്കയോടെയാണ് EVMനെ സമീപിച്ചതെന്ന് അന്നത്തെ BJP സ്ഥാനാർത്ഥിയായ S. ദിവാകരൻ പിള്ള പറയുന്നു. 1982 എറണാകുളം ജില്ലയിലെ പറവൂർ നിയമസഭാ മണ്ഡലമാണ് രാജ്യത്ത് ആദ്യമായി വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുത്തത്. മണ്ഡലത്തിന്റെ വലിപ്പക്കുറവും സമാധാനപരമായ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രവും ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മണ്ഡലം തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ EVMന്റെ ആദ്യ ഉപയോഗം തന്നെ വിവാദത്തിലായിരുന്നു. റീപോളിംഗിലും നിയമ ഇടപെടലിലുമാണ് ആ കൊല്ലം തെരഞ്ഞെടുപ്പ് അവസാനിച്ചതെന്ന് അന്നത്തെ BJP സ്ഥാനാർത്ഥിയായ S. ദിവാകരൻ പിള്ള ഓർത്തെടുക്കുന്നു. BJP തുടങ്ങിയപ്പോൾ ആദ്യമായിട്ടുണ്ടായ തെരഞ്ഞെടുപ്പാണ്. BJPയുടെ തന്നെ എറണാകുളം ജില്ലയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ. ആ കാലത്ത് തന്നെ ഞാൻ പറവൂർ മുനിസിപ്പൽ കൗൺസിലിലും മെമ്പറായിരുന്നു. പറവൂരിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആയിരുന്നു. ആ സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് വന്നത്. എല്ലാവരും കൂടി എന്നെ സ്ഥാനാർത്ഥിയാക്കി. വളരെ വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം പിന്നെ ഭാരതത്തിലെ ഏറ്റവും ആദ്യം ഇലക്ട്രോണിക് യന്ത്രം വച്ച സ്ഥലവും പറവൂരാണ്. 50 ബൂത്തുകളിലാണ് ഇലക്ട്രോണിക് യന്ത്രം വച്ചത്. നിരവധി ബോധവൽക്കരണ പരിപാടികൾക്ക് ശേഷമാണ് ഇത്തരമൊരു പരീക്ഷണം നടത്താൻ സ്ഥാനാർത്ഥികൾ തയ്യാറായത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ CPI സ്ഥാനാർത്ഥി വിജയിച്ചെങ്കിലും അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. ഇതിനകത്ത് എനിക്ക് എതിരായിട്ടുള്ള ആളുകൾ UDFന്റെ AC ജോസും LDFന്റെ N. ശിവൻപിള്ളയുമായിരുന്നു. സഖാവ് N. ശിവൻപിള്ളയായിരുന്നു. BJPയുടെ ഞാനും KG മാരാർ O. രാജഗോപാലൊക്കെ അന്ന് ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കാനായിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇലക്ട്രോണിക് യന്ത്രത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക് യന്ത്രം കൊണ്ടുവന്ന ആളുകൾ തന്നെ അതിനെ ചോദ്യം ചെയ്തു. കോൺഗ്രസ്സുകാരാണ് അത് ഇലക്ട്രോണിക് യന്ത്രം കൊണ്ടുവന്നത്. അവർ തന്നെ അതിനെ ചോദ്യം ചെയ്തു. അങ്ങനെ അത് കോടതിയിലായി. സുപ്രീം കോടതിയിൽ അതിന് നിയമം ഉണ്ടാക്കിയിട്ടില്ല. അതാണ് കാര്യം. അതിന് പ്രത്യേകിച്ച് നിയമം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് അത് റദ്ദാക്കി. വർഷങ്ങൾക്കിപ്പുറം തെരഞ്ഞെടുപ്പുകളിൽ EVM വ്യാപകമാകുമ്പോൾ ആദ്യമായി വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചതിന്റെ ക്രെഡിറ്റ് പറവൂരിനു മാത്രം സ്വന്തമെന്ന ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥികളിൽ ഒരാളായ ദിവാകരൻ പിള്ള പറയുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിക്കുകയും കൊടിയ മർദ്ദനം നേരിടുകയും ചെയ്യേണ്ടി വന്ന ദിവാകരൻ പിള്ള ഇപ്പോഴും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ജനം, കൊച്ചി.